ടൂറിസം രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ജോർജിയ. മലനിരകൾ നിറഞ്ഞ മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും വേറിട്ട സംസ്കാരം കൊണ്ടും ഓരോ സഞ്ചാരിക്കും ഈ നാട് പുതുമയേറിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയാണ് സിറ്റി ടൂറിൽ ഇന്ന് നാം സന്ദർശിക്കുന്നത്. സോവിയറ്റ് കാലത്തെ വികസന മുരടിപ്പിന് ശേഷം പുരോഗതിയുടെ പുതിയ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ നഗരം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നവീനമായ ആശയങ്ങളും പദ്ധതികളും ഇവർ തുടർച്ചയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിലെ ചരിത്ര നിർമ്മിതികളും ഓൾഡ് ടൗണുമെല്ലാം യൂറോപ്യൻ നിലവാരത്തിലാണ് ഇപ്പോൾ ഭരണകൂടം സംരക്ഷിക്കുന്നത്. മനോഹരമായ പാർക്കുകളും ബ്രിഡ്ജുകളും മോഡേൺ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും നഗരത്തിന്റെ ആധുനികതയിലേക്കുള്ള യാത്രയിലെ നാഴികക്കല്ലുകളാണ്. പോകാം ടിബിലിസിയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ടിബിലിസി നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ, തുടർന്ന് റൈക്കെ പാർക്ക് ആൻഡ് ബ്രിഡ്ജ് ഓഫ് പീസ്, അടുത്തതായി ഓൾഡ് ടൗൺ, പിന്നെ സൾഫർ ബാത്ത്സ്, തുടർന്ന് നരിഗൽ ഫോർട്രസ് ആൻഡ് മദർ ഓഫ് ജോർജിയ, അവിടെ നിന്നും ലിബർട്ടി സ്ക്വയർ, പിന്നെ ഷോട്ട റുസ്താവേലി അവന്യൂ, അടുത്തതായി യെംസ്റ്റാസ് മിൻഡ പാർക്ക്, അവസാനമായി ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ടിബിലിസി നഗരത്തിലെ ഏറ്റവും വലിയ ദേവാലയമായ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഓഫ് ടിബിലിസിയിൽ നിന്നും യാത്ര ആരംഭിക്കാം. സോവിയറ്റ് കാലഘട്ടത്തിന് ശേഷം ജോർജിയയിലുണ്ടായ ആധ്യാത്മിക പുനരുജ്ജീവനത്തിന്റെ അടയാളം എന്ന് ഈ ചർച്ചിനെ വിശേഷിപ്പിക്കാനാകും. സോവിയറ്റ് ഭരണകാലത്ത് ആരാധന അനുവദിച്ചിരുന്നെങ്കിലും ദേവാലയം നിർമ്മിക്കുന്നത് പോലുള്ള പ്രവൃത്തികൾക്കൊന്നും പ്രോത്സാഹനമുണ്ടായിരുന്നില്ല. അത്ര ഗംഭീരമായാണ് ഈ മന്ദിരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ജോർജിയയിലെ സമ്പന്നരായ വ്യക്തികളുടെ അടക്കം വലിയ പിന്തുണ ദേവാലയത്തിന് നിർമ്മാണ കാലത്ത് ലഭിച്ചിരുന്നു. ലാൻഡ്സ്കേപ്പ് ചെയ്ത വിശാലമായൊരു കോമ്പൗണ്ടിനുള്ളിലാണ് 80 മീറ്ററോളം ഉയരമുള്ള മന്ദിരം തലയുയർത്തി നിൽക്കുന്നത്. വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന പലതരം ചിഹ്നങ്ങൾ കോമ്പൗണ്ടിലെങ്ങും കാണാനാകും. പരമ്പരാഗത ജോർജിയൻ ശൈലിയും ബൈസന്റൈൻ ശൈലിയും കൂട്ടിയിണക്കിയാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചുണ്ണാമ്പുകല്ലും സ്വർണ്ണവർണ്ണം പൂശിയ മകുടവും സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ ഘട്ടത്തിലും നിറപ്പകിട്ടാർന്ന കാഴ്ചയാകുന്നു. അതുപോലെ അലങ്കാരസമൃദ്ധമായ ഹാൾ അടങ്ങുന്ന ഉൾത്തളവും ആകർഷകമാണ്. വിശേഷ ദിവസങ്ങളിലും ആഘോഷവേളകളിലും മന്ദിരവും പരിസരവും മനോഹരമായി ലൈറ്റപ്പ് ചെയ്യും. അതോടെ ദേവാലയം ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറും. നഗരത്തിന്റെ ജീവനാഡിയായ മാറ്റ്ക്വാറി നദിയും പരിസരവും ഇപ്പോൾ ടിബിലിസിയിലെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട്. നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് നഗരം രൂപം കൊണ്ടിട്ടുള്ളത്. ടിബിലിസിയുടെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടം ആധുനിക സൗകര്യങ്ങളോടെ കൂടുതൽ വികസിച്ചിട്ടുള്ളതായി കാണാം. ഹൗസ് ഓഫ് ജസ്റ്റിസ് മറ്റ്ക്വാറി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹര മന്ദിരമാണ്.
നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള 2 പാലങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച. ഇതിലൊന്ന് നിർമ്മിച്ച കാലത്ത് ബ്രിഡ്ജ് ഓഫ് ലവ് എന്നറിയപ്പെട്ടിരുന്ന ബരാറ്റാഷ്ലി പാലമാണ്. പ്രണയത്തെ സൂചിപ്പിക്കുന്ന വ്യത്യസ്തമായ വെങ്കല ശില്പങ്ങൾ ഈ പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നദിയുടെയും നഗരത്തിന്റെയും വിശാലമായ ദൃശ്യങ്ങൾ പാലത്തിൽ നിൽക്കുമ്പോൾ ആസ്വദിക്കാനാകും. സമീപത്ത് തന്നെയുള്ള മറ്റൊരു പാലമാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. രാജ്യം സ്വതന്ത്രമായ ശേഷം സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകാനായി നിർമ്മിച്ച സ്മാരകം. ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ച് വില്ലിന്റെ ആകൃതിയിൽ രൂപീകരിച്ച പാലം രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനോഹരം. ഇന്ന് ടിബിലിസി നഗരത്തിന്റെ അടയാളമായും ഈ പാലം മാറിയിട്ടുണ്ട്. നദീതീരത്ത് നിൽക്കുമ്പോൾ കാണാനാകുന്ന മറ്റൊരു കാഴ്ച പ്രസിഡന്റിന്റെ വസതിയാണ്. ചെറിയൊരു കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സമുച്ചയം മോഡേൺ ആർക്കിടെക്ചറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗംഭീര നിർമ്മിതിയാണ്. തീരത്തെ മറ്റൊരു കാഴ്ച റൈക്കെ ഗാർഡൻ ആണ്. അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഉദ്യാനം. കൗതുകമുണർത്തുന്ന ഇൻസ്റ്റലേഷനുകൾ ഗാർഡനിൽ കാണാനാകും. ഇവിടുത്തെ ഫൗണ്ടനുകളുടെ കാഴ്ച രാത്രിയിൽ ഒരു രസകരമായ അനുഭവമാകുന്നു. രാത്രിയിൽ പ്രകാശ ക്രമീകരണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇതൊരു വർണ്ണശബളമായ കാഴ്ചയായി മാറും. ആകർഷകമായ മറ്റൊരു മോഡേൺ ബിൽഡിംഗ് ആണ് റൈക്കെ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന കൺസെർട്ട് ഹാൾ. ജോർജിയ നഗരത്തിന്റെ ആധുനിക മുഖവും ഭാവിയെപ്പറ്റിയുള്ള സ്വപ്നങ്ങളുമെല്ലാം ഇതുപോലുള്ള പുതിയ നിർമ്മാണങ്ങളിൽ പ്രതിഫലിച്ചു കാണാം. ഓൾഡ് ടൗണിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ജോർജിയയുടെ ഭരണകൂടം ടിബിലിസി ഓൾഡ് ടൗണിനെ ഇപ്പോഴൊരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരികമായ കാഴ്ചകൾക്കൊപ്പം ആഘോഷത്തിന്റെയും കൂടി വേദിയാണ് ഇന്നിവിടം. ബാറുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, കാസിനോകൾ എന്നിവയെല്ലാം ഓൾഡ് ടൗണിൽ പ്രവർത്തിച്ചു വരുന്നു. എറക്കിൽ 2 സ്ട്രീറ്റ് എന്ന പാത ഓൾഡ് ടൗണിലെ പ്രധാന എന്റർടൈൻമെന്റ് സെന്ററാണ്. ഇരുവശത്തും നിരനിരയായി ഭക്ഷണശാലകൾ സ്ഥിതി ചെയ്യുന്ന തെരുവ്. ഓരോ റെസ്റ്റോറന്റും ഓരോ തീമിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാൽപ്പനിക ഭാവം തുളുമ്പുന്ന രസകരമായ ആംബിയൻസ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു. വിളമ്പുന്ന വിഭവങ്ങളിലുമുണ്ട് വൈവിധ്യം. ഈ തെരുവ് മുഴുവനായും ഒരു റെസ്റ്റോറന്റ് ആണെന്നും പറയാനാകും. രാത്രിയിലാണ് ഓൾഡ് ടൗണിലെ സ്ട്രീറ്റുകളിൽ ആളുകൾ നിറയുക. നേരം വൈകുവോളം നൃത്തവും സംഗീതവുമെല്ലാമായി സന്ദർശകർ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഓൾഡ് ടൗണിലെ ചരിത്ര കാഴ്ചകളിലേക്ക് പകൽ പോകുന്നതാണ് നല്ലത്. 6 നൂറ്റാണ്ടോളം പഴക്കമുള്ള നിർമ്മിതികൾ ഇവിടെയുണ്ട്. ഇതിൽ പലതിലും ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഷോപ്പിംഗിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ജോർജിയൻ പരമ്പരാഗത വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം കടകളിൽ നിന്നും വാങ്ങാം. ഓൾഡ് ടൗണിൽ 2 പ്രധാനപ്പെട്ട ദേവാലയങ്ങളാണുള്ളത്. നൂറ്റാണ്ടുകളുടെ സംഭവബഹുലവും സംഘർഷഭരിതവുമായ ചരിത്രമുള്ള സിയോണി ചർച്ചാണ് അതിലൊന്ന്. ചുവർചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഉൾവശം ഈ ചർച്ചിന്റെ സവിശേഷതയാണ്. റഷ്യൻ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മണിഗോപുരവും ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. നദീതീരത്തുള്ള മെറ്റേക്കി ചർച്ചാണ് മറ്റൊരു കാഴ്ച. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ശൈലിയിലുള്ള ഒരു ചെറിയ ദേവാലയം.
നഗരത്തിന്റെ പനോരമിക് കാഴ്ചകളാണ് ഈ ദേവാലയത്തിന്റെ സവിശേഷത. ഇത് കൂടാതെ ഓൾഡ് ടൗൺ സ്ക്വയർ, യൂറോപ്പ് സ്ക്വയർ എന്നീ ചത്തുരങ്ങളും കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. അടുത്തതായി കാണേണ്ടത് ടിബിലിസിയുടെ ഏറ്റവും വലിയ സവിശേഷതയായ സൾഫർ ബാത്ത് ഹൗസുകളാണ്. ടിബിലിസി നഗരം ഇവിടെ രൂപപ്പെടാൻ കാരണം തന്നെ ചൂട് നീരുറവകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രസകരമായ പല കഥകളും സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. കാലം മാറിയിട്ടും ഭരണകൂടങ്ങളും ജനങ്ങളും മാറിയിട്ടും ടിബിലിസിയിലെ ചൂട് നീരുറവകളുടെ പ്രാധാന്യം ഇന്നും നഷ്ടമായിട്ടില്ല. വിദേശങ്ങളിൽ നിന്നുപോലും ചൂട് നീരുറവകളിൽ കുളിക്കാനായി ആളുകൾ നഗരത്തിലെത്തുന്നുണ്ട്. ചൂട് നീരുറവയിലെ കുളി രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുമെന്ന വിശ്വാസം ഇതിനൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ സന്ദർശകർ സുഖകരമായ ഒരു ആക്ടിവിറ്റി എന്നതിനപ്പുറം ചികിത്സയായും കൂടി കുളിയെ കാണുന്നു. ഇന്ന് നഗരത്തിലെ ഏറ്റവും വേറിട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ചൂട് നീരുറവകൾ. മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന അരുവിക്ക് ഇരുവശത്തുമായി ധാരാളം ബാത്ത് ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുരാതനത്വം നിലനിർത്തിക്കൊണ്ടാണ് ഇവ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പേർഷ്യൻ ശൈലിയിലുള്ള നിർമ്മിതികൾ അറബിക് കാലത്തെ ബാത്ത് ഹൗസുകളെ ഓർമ്മിപ്പിക്കും. കുളിക്കാനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഭക്ഷണവും ഇവിടെ തയ്യാറാക്കി നൽകും. അതോടൊപ്പം വേണ്ടുവോളം വിശ്രമിക്കാനുള്ള സൗകര്യവും സജ്ജമാണ്. പ്രൈവറ്റ് ബാത്ത് ഹൗസുകളും പബ്ലിക് ബാത്തുകളും ബാത്ത് ഹൗസുകളിലുണ്ട്. പ്രൈവറ്റ് ബാത്തുകളിൽ തുക വളരെ കൂടുതലായിരിക്കും. ബാത്ത് ഹൗസുകൾക്കൊപ്പം ധാരാളം റെസ്റ്റോറന്റുകളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഇനി നമുക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന നരികല ഹില്ലിലേക്ക് പോകാം. നഗരത്തോട് ചേർന്നുള്ള വീതി കുറഞ്ഞ മലയിൽ നരികല കോട്ട ഉൾപ്പെടെ നിരവധി കാഴ്ചകൾ കാണാനുണ്ട്. ഒരു കേബിൾ കാറിൽ കയറി മലമുകളിലേക്ക് പോകാം. നഗരത്തിന് മുകളിലൂടെ മറ്റ്ക്വാറി നദിയും കടന്ന് നിർമ്മിച്ചിട്ടുള്ള കേബിൾ കാർ ലൈനാണിത്. ഗൊണ്ടോളയിലുള്ള യാത്രക്കിടയിൽ നഗരത്തിന്റെ വലിപ്പവും ഭൂമിശാസ്ത്രവുമെല്ലാം കണ്ടു മനസ്സിലാക്കാനാകും. കുന്നിൻമുകളിൽ ചെല്ലുമ്പോൾ നഗരവും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയുടെ പനോരമിക് കാഴ്ചകളും ആസ്വദിക്കാം. കാറ്റിലിസ് ദേവതയുടെ പ്രതിമയാണ് നരികല കുന്നിലെ ഒരു കാഴ്ച.
മദർ ഓഫ് ജോർജിയ എന്നറിയപ്പെടുന്ന കാർട്ടിലിസ് ദേദ ജോർജിയൻ ദേശീയതയുടെ പ്രതീകമാണ്. 20 മീറ്ററോളം ഉയരമുള്ള പ്രതിമ അലൂമിനിയത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നരികലയിലെ മറ്റൊരു ഡെസ്റ്റിനേഷൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. 300 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഗാർഡനിൽ ഇപ്പോൾ തദ്ദേശീയ സസ്യങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ചരിത്ര സ്മാരകമായി നരികല കോട്ടയിലേക്ക് പോകാം. 4-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ കോട്ട നിലനിൽക്കുന്നുണ്ട്. ഒട്ടൊക്കെ തകർന്ന അവസ്ഥയിലാണെങ്കിലും അവശേഷിക്കുന്ന ഭാഗങ്ങൾ മികച്ച രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. ഒരു കാലത്ത് കൊട്ടാരമടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന കോട്ടയാണിത്. അക്കാലത്ത് രാജ്യം നിയന്ത്രിച്ചിരുന്നതും ഇവിടെ നിന്നാണ്. സെയിന്റ് നിക്കോളാസ് ചർച്ചാണ് കോട്ടയിൽ ഇന്ന് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട നിർമ്മിതി. ഇനി നമുക്ക് നഗരഹൃദയമായ ലിബർട്ടി സ്ക്വയറിലേക്ക് പോകാം. സോവിയറ്റ് കാലത്ത് ഇവിടം പുഷ്കിൻ സ്ക്വയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോവിയറ്റ് യൂണിയനിലെ മഹാനായ കവി പുഷ്കിന്റെ സ്മരണാർത്ഥം നൽകിയ പേരാണത്. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ജോർജിയ സ്വതന്ത്രമായപ്പോൾ ലിബർട്ടി സ്ക്വയർ എന്ന് ചത്തുരത്തെ പുനർനാമകരണം ചെയ്തു. ഇന്ന് ടിബിലിസി നഗരത്തിന്റെ സാംസ്കാരിക കേന്ദ്രം ലിബർട്ടി സ്ക്വയർ ആണെന്ന് പറയാം. യൂറോപ്യൻ നഗരങ്ങളിലെ ചത്തുരങ്ങളോട് കിടപിടിക്കും വിധം സ്ക്വയറിനെ നവീകരിച്ചിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങൾ നീളുന്ന നഗരത്തിന്റെ ചരിത്രത്തിന് സാക്ഷിയായ ചത്തുരമാണിത്. ടിബിലിസിയുടെയും ജോർജിയയുടെയും വിധി നിശ്ചയിച്ച ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ ഈ സ്ക്വയറിൽ നടന്നിട്ടുണ്ട്. നഗരസഭാ കാര്യാലയം പ്രവർത്തിക്കുന്ന സിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചത്തുരത്തിനു ചുറ്റുമായാണ്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചയാണ് മധ്യത്തിലായുള്ള ഫ്രീഡം മോണുമെന്റ്. 40 മീറ്റർ ഉയരമുള്ള ഗ്രാനൈറ്റ് സ്തൂപത്തിൽ സ്ഥാപിച്ച സെയിന്റ് ജോർജ് ശില്പം. രാജ്യം സ്വതന്ത്രമായതിന്റെ സ്മാരകം കൂടിയായാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പുഷ്കിൻ പാർക്കാണ് ലിബർട്ടി സ്ക്വയറിന് അടുത്തുള്ള മറ്റൊരു കാഴ്ച. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഉദ്യാനമാണിത്. ഒരു ലഘുവിശ്രമത്തിനും തദ്ദേശീയരായ ആളുകളുടെ ജീവിത രീതികൾ നിരീക്ഷിക്കുന്നതിനും കഴിയുന്ന ഒരിടം. ജോർജിയയുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട കലാ സാംസ്കാരിക ചരിത്ര മ്യൂസിയങ്ങൾ സ്ക്വയറിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ നാടിന്റെ സാംസ്കാരികമായ വികാസം മ്യൂസിയങ്ങളിൽ കണ്ടറിയാനാകും. ഷോപ്പിംഗ് ആണ് ലിബർട്ടി സ്ക്വയറിന്റെ മറ്റൊരാകർഷണം. അടുത്ത കാലത്ത് യൂറോപ്യൻ നിലവാരത്തിൽ വികസിപ്പിച്ചിട്ടുള്ള ചത്തുരത്തിലും സമീപത്തെ തെരുവുകളിലുമായി അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ അടക്കം ധാരാളം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോട്ട റുസ്താവേലി അവന്യൂവിലേക്ക് പോകാം. മധ്യകാല ജോർജിയൻ കവിയായിരുന്ന ഷോട്ട റുസ്താവേലിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരുവാണിത്. വളരെ മനോഹരമായി പരിപാലിച്ചു വരുന്നുവെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. പാരീസിലെയും മറ്റും രാജപാതകളുടെ പ്രൗഢി ഇവിടെ ദൃശ്യമാകും. ക്ലാസിക് ഭാവമുള്ള മന്ദിരങ്ങളാണ് പാതയ്ക്ക് ചുറ്റുമുള്ളത്. ഇത് പാതയുടെ യൂറോപ്യൻ നിലവാരം കൂടുതൽ പ്രകടമാക്കുന്നു. ടിബിലിസിയിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഷോട്ട റുസ്താവേലി അവന്യൂവിന്റെ വശങ്ങളിലാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ജോർജിയയാണ് അതിലൊന്ന്.
ജോർജിയൻ സാംസ്കാരികത വിഷയമാക്കിയിട്ടുള്ള മ്യൂസിയത്തിൽ നിന്നും ഈ നാടിന്റെ വളർച്ചയും വികാസവും മനസ്സിലാക്കാനാകും. ഇനിയൊരു കാഴ്ച ക്ലാസിക്കൽ ജിംനേഷ്യം എന്നറിയപ്പെടുന്ന സ്കൂളാണ്. കിഴക്കൻ യൂറോപ്പിൽ സ്കൂളുകളെ ജിംനേഷ്യം എന്ന പേരിലാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. നഗരത്തിലെ സമ്പന്നരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ഈ സ്കൂൾ ക്ലാസിക്കൽ ആർക്കിടെക്ചറിലുള്ള ഒരു മനോഹര നിർമ്മിതിയാണ്. റുസ്താവേലി സ്ട്രീറ്റിലെ മറ്റൊരു കൾച്ചറൽ സെന്ററാണ് ഓപ്പറ ഹൗസ്. നാടകങ്ങളും ബാലയും അടക്കമുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ട വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുള്ള കലാവേദി. നിയോ മോറിഷ് ശൈലിയിലുള്ള രൂപകൽപ്പനയാണ് ഈ നിർമ്മിതിയുടെ സവിശേഷത. നഗരത്തിലെ പ്രധാന നൈറ്റ് ലൈഫ് കേന്ദ്രം കൂടിയാണ് റുസ്താവേലി അവന്യൂ. ഷോപ്പിംഗിനും സമയം ചിലവിടാനുമായി നഗരവാസികളും ടൂറിസ്റ്റുകളും അടക്കമുള്ളവർ സായന്തനങ്ങളിൽ ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെ തദ്ദേശ ജീവിതം നിരീക്ഷിക്കാനും ഇവിടം ഉത്തമമാണ്. രാത്രിയിൽ വിളക്കുകൾ തെളിയുന്നതോടെ റുസ്താവേലി അവന്യൂ ഒരു നിറപ്പകിട്ടാർന്ന കാഴ്ചയായി മാറുന്നുണ്ട്. രാത്രിയിൽ ഈ തെരുവുകളിലൂടെ അലസമായി കാഴ്ചകൾ കണ്ടു നടക്കുന്നത് രസകരമായ അനുഭവമായിരിക്കും. എംസ്റ്റാസ് മിൻഡ പാർക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നഗരാതിർത്തിയിലെ കുന്നിൻ മുകളിലുള്ള എന്റർടൈൻമെന്റ് സെന്റർ. ഒരു തീം പാർക്കായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബസ്സിലും നേർരേഖയിൽ മുകളിലേക്ക് നീളുന്ന ഫണിക്കുലർ ട്രെയിനിലും കേബിൾ കാറിലും മലമുകളിൽ എത്താനാകും. കവാടം മുതൽ തന്നെ കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന വിധമാണ് പാർക്കിന്റെ രൂപകൽപ്പന. കൗതുകം നിറയ്ക്കുന്ന പലതരം നിർമ്മിതികൾ പാർക്കിൽ അങ്ങിങ്ങായി കാണാം. ഇവയിൽ പലതിലും രസകരമായ ഫൺ റൈഡുകളും ഒരുക്കിയിട്ടുണ്ട്. ത്രില്ലടിപ്പിക്കുന്ന റോളർ കോസ്റ്റർ റൈഡ് വരെ ഇതിൽ ഉൾപ്പെടും. ഒരു സ്കൈ വീലാണ് പാർക്കിലെ മറ്റൊരു അട്രാക്ഷൻ. നഗരവും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയുടെ വിഹക വീക്ഷണം ഇതിൽ നിന്നും സാധ്യമാകും. റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും പാർക്കിൽ സജ്ജമാണ്. വൈകുന്നേരങ്ങളിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ പാർക്ക് കൂടുതൽ ആകർഷകമാകുന്നു. അതുകൊണ്ട് തന്നെ സായാഹ്നങ്ങളിലാണ് ഇവിടെ സന്ദർശകർ കൂടുതൽ ഉണ്ടാവുക. അവസാനമായി ടിബിലിസിയുടെ സ്റ്റോൺ ഹെഞ്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ട് ഇൻസ്റ്റലേഷനാണ് നാം സന്ദർശിക്കുന്നത്. ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. നഗരത്തിന് പുറത്തുള്ള മലയുടെ മുകളിൽ ടിബിലിസി സീ തടാകത്തിന് സമീപത്താണ് ഇതിന്റെ സ്ഥാനം. 16 വമ്പൻ പില്ലറുകൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ ഉൾപ്പെടുന്നു. 35 മീറ്റർ ഉയരമുള്ള തൂണുകളിൽ ജോർജിയൻ സാംസ്കാരിക ചരിത്രം ചുരുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓരോ തൂണിനെയും 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ സാധാരണ ജോർജിയൻ ജീവിത കാഴ്ചകളാണുള്ളത്. മധ്യത്തിൽ ജോർജ് ഭരിച്ച രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ദേശീയ നേതാക്കളുടെയും ശില്പങ്ങളാണ്. ഏറ്റവും താഴെ ബൈബിൾ കഥകളും യേശുവിന്റെ ജീവിതവും ശില്പങ്ങൾക്ക് വിഷയമാക്കിയിരിക്കുന്നു. ജോർജിയയുടെ പഴയകാല ചരിത്രവും ഐതിഹ്യങ്ങളും ഒരേ സമയം വായിച്ചെടുക്കാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചുറ്റുവട്ട പ്രദേശങ്ങളുടെ പനോരമിക് കാഴ്ചകളാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ മറ്റൊരാകർഷണം. ടിബിലിസി സീ തടാകത്തിന്റെയും മലനിരകളുടെയും ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നും ആസ്വദിക്കാം.
പഴമയും ആധുനികതയും ചേർന്ന ഒരു മനോഹര നഗരമാണ് ടിബിലിസി. ഓൾഡ് ടൗണിലെ ഇടുങ്ങിയ വഴികളും നിറമേറിയ വീടുകളും സൾഫർ ബാത്ത് ഹൗസുകളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. കേബിൾ കാർ യാത്രയും മറ്റ്ക്വാറി നദീതീരത്തിലെ കാഴ്ചകളും അതിമനോഹരമാണ്. സോവിയറ്റ് കാലത്തെ തളർച്ചയിൽ നിന്നും വളർന്നു വരുന്ന ഒരു അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാണ് ഇന്ന് ടിബിലിസി.